ഹരി ഓം. ശ്രീമദ് ദേവി നാരായണീയം ദശകം 1 ശ്ലോകം 6. മാതാ കരോതി തനയസ്യ കൃതേ ശുഭാനി കർമാണി തസ്യ പതനേ ഭൃശമേതി ദുഃഖം വൃദ്ധൗ സുഖം ച തവ കർമ്മന നാപി ദുഃഖം ത്വം ഹേവ കർമ്മ ഫലദാ ജഗദാം വിധാത്രീ. ശ്രീ മഹാദേവി നമ. മാതാ തനയസ്യ കൃതേ, മാതാവ് പുത്രനു വേണ്ടി ശുഭാനി കർമാണി നല്ല നല്ല കർമ്മങ്ങളെ കരോതി ചെയ്യുന്നു. തസ്യ പതനേ അവന്റെ പതനത്തിൽ ഭൃശം ദുഃഖമേതി അത്യന്തം ദുഃഖം അനുഭവിക്കുന്നു. വൃദ്ധൗ അവന്റെ അഭിവൃദ്ധിയിൽ സുഖം ച അത്യന്തം സന്തോഷിക്കുകയും ചെയ്യുന്നു. തവ കർമ്മന അവിടത്തേക്ക് കർമ്മങ്ങൾ ഒന്നും തന്നെയില്ല. ദുഃഖം അഭിന അവിടത്തേക്ക് ദുഃഖവുമില്ല. ജഗദാം വിധാത്രി ലോകങ്ങളെ സംവിധാനം ചെയ്യുന്ന ത്വം ഏവഹി അവിടുന്ന് തന്നെയാണല്ലോ. കർമ്മഫലത കർമ്മഫലങ്ങളെ ദാനം ചെയ്യുന്നത്. മഹാശക്തി സ്വരൂപിണിയായ ദേവി ത്രിമൂർത്തികൾ വഴിയായി ലോകങ്ങളുടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നിലയ്ക്ക് ജീവജാലങ്ങളെല്ലാം ദേവിയുടെ മക്കളാണ്. ദേവി അമ്മയുമാണ്. മറ്റമ്മമാരും ദേവിയും തമ്മിൽ എന്തു ഭേദം എന്ന് പറയാം. മറ്റമ്മമാർ മക്കളുടെ ഭാവി നന്മയ്ക്ക് വേണ്ടി സത്കർമ്മങ്ങൾ ചെയ്യുന്നു. മക്കൾക്ക് പതനം വരുമ്പോൾ അമ്മമാർ വളരെയധികം ദുഃഖിക്കുന്നു. നന്മ വരുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ അമ്മമാരും ഈ മക്കളും കർമ്മത്തിന് അധീനരാണ്. മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ ബാധ്യതപ്പെട്ടവരുമാണ്. അതിനാൽ അവർക്ക് സുഖവും ദുഃഖവും മാറി മാറി വരും. ദേവിയാകുന്ന അമ്മയാകട്ടെ കർമാധീനയല്ല, മറിച്ച് കർമ്മത്തിനും അപ്പുറമാണ്, കർമാ അതീതയാണ്. ദേവിക്ക് കർമ്മബന്ധമില്ല. ജീവജാലങ്ങൾക്ക് കർമ്മഫലം നൽകുന്നത് തന്നെ ദേവിയാണ്. അതുകൊണ്ട് സുഖം കൊതിക്കുന്നവർ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ദേവിയെ ഭജിക്കണം. ഭക്തിയോടെ ആ ദേവിയിൽ സർവം സമർപ്പിച്ച് കഴിയുന്ന ആ ഭക്തരെ ഭക്തവത്സലയായ ദേവി കാത്തുരക്ഷിക്കും. ഓരോ നിമിഷവും മനുഷ്യൻ്റെ ജീവിതം എന്താണെന്നും മനുഷ്യൻ എന്തിനാണ് ഇവിടെ ജനിച്ചിരിക്കുന്നതെന്നുള്ളതും മനനം ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൻ്റെ പരമാർത്ഥ സത്തയിലെത്തിയാൽ അവർ സൽക്കർമ്മം അനുഷ്ഠിച്ചു ഭഗവത് പ്രീതി വരുത്തണം. ദേവിയെ ഭജിക്കുന്നവർക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. സർവം ശ്രീ മഹാദേവിയെ സമർപ്പയാമി.